കൂട്ടുകാർക്കും ക്രിസ്മസ് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എംബ്രോയ്ഡറി ഹൂപ്പ് വെച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ എംബ്രോയ്ഡറി ഹൂപ്പ് ഇല്ലെന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ എങ്ങനെയാണ് ഹോം മെയ്ഡായിട്ട് എംബ്രോയ്ഡറി ഹൂപ്പ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു കമ്പി വളച്ച് ഇതുപോലെ ഒരു റിങ് പോലെ ആക്കി എടുത്തിട്ടായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് പല കളറിലൊക്കെ കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വുഡൻ കളറിലുള്ള എംബ്രോയ്ഡറി ഹൂപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലത്തെ LED ലൈറ്റ്സ് ആണ്, അതായത് ഫെയറി ലൈറ്റ്സ് എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ഇതുപോലെ നമ്മളുടെ കയ്യിൽ ഏത് ടൈപ്പ് ലൈറ്റാണോ ഉള്ളതെങ്കിൽ ആ ലൈറ്റ് എടുക്കുക കേട്ടോ. പല ടൈപ്പിലുള്ള ഫെയറി ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ ആമസോണിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ 100 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യത്തെ ചെയ്യുന്നത്, കണ്ടോ. എന്നിട്ട് ഇതേപോലെ ഇതിനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗം ആദ്യം തന്നെ കറക്റ്റായിട്ട് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ടുപോരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. ഒരു റൗണ്ട് നമ്മൾ ചുറ്റിയെടുത്തു. അതിനുശേഷം അതിനെ വീണ്ടും നമ്മൾ ഈ ഒരു ലെവലിലോട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തു. അങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യം ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫെയറി ലൈറ്റിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് നമ്മളിതിനെ ചുറ്റി കൊടുക്കുക കേട്ടോ. ലെങ്ത്ത് കുറവാണെങ്കിൽ ഒരു ലെയർ ചുറ്റിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ 2 സൈഡും കൂടെ ചുറ്റുക. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചുറ്റിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. ഈ ലീഫ് ഞാനിങ്ങനെ കെട്ടിയൊരു പഞ്ച് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിന് പകരമായിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം, അതല്ലെങ്കിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. ഞാനിപ്പോൾ ടേപ്പാണ് കേട്ടോ വെച്ച് ഒട്ടിക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഒരു ഫ്ലവർ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മളതിന് മുകളിൽ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്ലവർ ഉണ്ടാക്കില്ലേ, ആ ഒരു ഫ്ലവറാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ട് അത് അവിടെ നിന്ന് ആ ലീഫിൻ്റെ അവിടേക്കൊന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊരു ക്രിസ്മസ് തീം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മളുടെ നോർമൽ മാലയുടെയൊക്കെ ബീഡ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ബീഡ്സ് ആയാലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഗ്രീൻ കളർ പുല്ലിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പുല്ലുണ്ടല്ലോ, അതെടുത്തിട്ട് ഗ്രീൻ കളർ കൊടുത്ത് ഉണക്കിയെടുത്ത് ഗ്രീൻ കളർ കൊടുത്ത് എടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് സാന്റേനെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലീഫ് പോലെ ഫോം ഷീറ്റിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്ലവർ ഒന്നും കൂടെ ഒന്ന് അട്രാക്റ്റീവായിട്ട് റെഡ് കളർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ബോ പോലെ ഉണ്ടാക്കിയെടുക്കാം. അതായത് എല്ലാവർക്കും ബോ ഉണ്ടാക്കാൻ അറിയില്ല. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സാറ്റിൻ റിബണോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ എടുത്തിട്ട് ഇതുപോലെ ബോ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ആയാലും ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ ബോൾസ്, ആ ബോൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. ഇനി ഇത് നമുക്കൊന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കാം. കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ലുക്കാണ്. നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസകരമായിട്ടുള്ള ഒരു ഭംഗിയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഇതുപോലെ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വാളിലോ അതല്ലെങ്കിൽ ഡോറിലോ ഒക്കെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഒരു ക്രിസ്മസ് തീമിൽ ഇതേപോലെ ഒട്ടിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറി റിങ്ങിന് കളർ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെയറി ലൈറ്റ്സ് ഇങ്ങനെ കത്തുന്ന ലൈറ്റാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഉണ്ടാക്കിയുള്ള സാൻഡയും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കാം. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഇതിനൊന്നും ഇല്ലെങ്കിൽ വെറുതെ ലൈറ്റ് മാത്രം ഇട്ടിട്ടായാലും ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ഈസി അല്ലേ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് വീഡിയോസ് ഉണ്ട്, ഇന്ത്യൻ ടൈം 5:15 PM കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും എല്ലാ കൂട്ടുകാരും 5:15 വന്ന് നമ്മുടെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ, ലവ് യു ഓൾ.